ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതെ, കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. അതെ, ഒരുപാട് മാസമായി നമ്മൾ അത് ചെയ്യണം എന്ന് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഇന്നാണ് അതിനുള്ള സമയം കിട്ടിയത്. നമ്മൾ കാശ്മീരിലെ നമ്മുടെ വീടിൻ്റെ ഒരു ഹോം ടൂർ ആണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. അത് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഓരോ വലിയ കമന്റ് ഒന്നുമില്ലെങ്കിലും പലപ്പോഴും നമ്മുടെ ചെറിയ ചെറിയ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, ഹോം ടൂർ എന്താ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാശ്മീരിൽ വന്ന സമയത്ത് നമ്മുടെ പാല് കാച്ചലിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതായാലും ഒരു ഹോം ടൂർ വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ഏകദേശം ഒരു 3-4 മാസം ആയിട്ടുണ്ട്. ഇപ്പോഴാണ് നമുക്കത് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയത് അല്ലേ. അപ്പോൾ ഏതായാലും അതെ, പെട്ടെന്നുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. നമ്മൾ രാവിലെ വിചാരിച്ചു എന്തായാലും ഇന്ന് ചെയ്തേക്കാം, കാരണം ഇന്ന് കുറച്ച് ഫ്രീ ആയിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമ്മുടെ വീടും അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അവർക്ക് ചെറുതായിട്ട് തണുപ്പ് പിടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ജലദോഷം, തൊണ്ടയിൽ കിച്ച് കിച്ച് അല്ലേ, അതില്ല അല്ലേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സൗണ്ട് ഏകദേശം ഒന്ന് ക്ലിയർ ആയിട്ട് അല്ലേ, സാധാരണ രീതിയിലേക്ക് വരുന്നില്ല. എന്തായാലും ഓക്കെ, നമ്മൾ പറ്റുന്ന പോലെ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏതായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെയാണ് മുൻവശത്തെ ഒരു വ്യൂ. ഇതാണ് ഇവിടെ 4 ക്വാർട്ടേഴ്സ് അല്ലേ, ടോട്ടൽ 6 ക്വാർട്ടേഴ്സ്. പക്ഷെ 4 ഫാമിലീസ് മാത്രമേ ഉള്ളൂ. 2 അടഞ്ഞു കിടക്കുന്നതാണ്. ഇവരിപ്പോൾ അടുത്തായിട്ട് വരുന്നുണ്ട്, അവർ എത്തിയിട്ടില്ല. ആ 2 വീട്ടിലും ആളില്ല. ഇപ്പം നമ്മുടെ സൈഡിൽ റൈറ്റ് സൈഡിലുള്ള വീടുകളിൽ മാത്രമേ ഇപ്പോൾ ആൾക്കാരുള്ളൂ. ബാക്കിൽ വലിയ മലകളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിൻ്റെ അകത്തേക്ക് പോവാം. തണുപ്പ് കാലമായതുകൊണ്ട് ഈ മരത്തിൻ്റെ മുകളിൽ ഇലകളൊക്കെ കൊഴിഞ്ഞു തീർന്നു കേട്ടോ. മരമൊക്കെ കാലിയായി. ഏതായാലും നമുക്ക് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോവാം. എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഗേറ്റുകളുണ്ട് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ അകത്തേക്കുള്ള ഒരു വഴി. അപ്പോൾ വഴിയിൽ ഫ്രണ്ടിലെ സൈഡിൽ 2 സൈഡിലായിട്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിൽ പച്ചക്കറികളൊക്കെ നടാനുള്ള ഒരു സ്പേസും കൂടിയുണ്ട് ഈ വീട്ടിൻ്റെ മുമ്പ് തന്നെ. പക്ഷെ നമ്മൾ പച്ചക്കറികളൊന്നും പക്ഷെ മടിയന്മാരായ നമ്മൾ അതിനൊന്നും മുതിർന്നിട്ടില്ല. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ അവർ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ പറിച്ചു കഴിഞ്ഞ് ഉണങ്ങിപ്പോയി. അപ്പോൾ ഇവരും മുമ്പിൽ നട്ടിട്ടുണ്ട്. അത് ഉള്ളിയാണ് കേട്ടോ. അവർ നട്ടത് അത് ഉള്ളി നട്ടുപിടിപ്പിച്ചാണ്. അത് ഇതിന്റെ ഫാമിലി വന്നിട്ടില്ലെങ്കിലും ഇതിന്റെ ഉടമസ്ഥനല്ലേ, അയാൾ ഇവിടെ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഫാമിലിനെ കൂട്ടാൻ വേണ്ടി അയാൾ നാട്ടിൽ പോയിട്ടുള്ളത്, ലീവിൽ പോയിട്ടുള്ളത്. അപ്പോൾ അയാൾ അടുത്ത ദിവസം തന്നെ എത്തുന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളെ ഫ്രണ്ടിൽ തുണിയൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അയക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കെട്ടിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് വെയിലിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നമുക്ക്, കാരണം ഈ മരം ഇന്ന് നല്ല വെയിലുണ്ട്, ഇന്ന് നല്ല എന്താ പറയാ ചൂടും ഉണ്ടല്ലോ. നല്ല കാറ്റില്ലാത്തതുകൊണ്ട് നല്ല ചൂടുണ്ട്. ഇന്ന് 2 ദിവസമായിട്ട് ഭയങ്കര കാറ്റായിരുന്നു. അനക്ക് ജലദോഷം പിടിച്ചത്. ഈ മരത്തിന്റെ തണലായതുകൊണ്ട് നമുക്ക് തുണി ഉണങ്ങാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ മരം ആയതുകൊണ്ട്. ഇപ്പം പിന്നെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയതുകൊണ്ട് അത്ര പ്രശ്നമില്ല. ഇലകളൊക്കെ കൊഴിഞ്ഞു നിലത്ത് വീണിട്ട് എത്ര വൃത്തിയാക്കാൻ നിന്നാലും തീരൂല. അപ്പോൾ ഇതാ നമ്മുടെ അറേ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇങ്ങനെയായിരിക്കും കേട്ടോ. ചില ഫാമിലീസിന് ചിലതിന്റെ വ്യത്യാസമുണ്ട്. നമ്മളെ ബാക്കിൽ നിന്ന് കയറി വരുന്നതായിരിക്കും അവരുടെ ഫ്രണ്ട്. നമ്മുടെ ഫ്രണ്ട് എൻട്രി ഇതുവഴിയാണ്. ചില ആൾക്കാരുടെ പിറകു സൈഡിൽ ഇങ്ങോട്ടേക്കുള്ള എൻട്രി പോലെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ തണുപ്പ് കാലത്ത് അതുപോലെ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ തുണിയൊക്കെ ഈ അഴക്കിന്റെ മുകളിലാണ് ഉണക്കാനിടുന്നത്. അതുപോലെ തന്നെ അവിടെ ആ ഒരു സ്പേസ് കണ്ടില്ല, സ്റ്റാൻഡ്. അവിടെ നമ്മൾ അണ്ടർ ഗാർമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണക്കാനുള്ള ഒരു സ്പേസ് ആയത് ഫ്രണ്ടിൽ തന്നെ ഇടുന്ന ഒരു മോശമായതുകൊണ്ട്. പിന്നെ ഇത് എന്തായാലും നമ്മള് ആ ഒരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പണ്ട് നിന്നവരെ ആക്കിയതാണ്. അതെ അതെ, മുന്നേ ചെയ്തൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല. ഒന്നുമില്ല. ഇതിപ്പോ നമ്മള് ഷൂസ് ഒക്കെ വെക്കാൻ വേണ്ടിട്ട് ഷൂ റാക്ക്, ഷൂസിന്റെ എല്ലാം നല്ല കോലമായിട്ടുണ്ട്. ഇതുവരെ പോളിഷ് കണ്ടിട്ടില്ല. അപ്പോ ജസ്റ്റ് നമ്മള് വേനൽക്കാലം ചൂട് സമയത്തൊക്കെ നമ്മൾ ഇരുന്നിട്ട് ഇവിടുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള ഒരു ചെയർ, അതിന്റെ സൈഡിലുള്ള ചെറിയൊരു ബോക്സ്, അതിന്റെ മുകളിൽ ഇരുന്നിട്ട് നമ്മൾ ചായ കുടിക്കാറുണ്ട്. പിന്നെ ഇതൊരു നമ്മളെ ടേബിള്, ഇത് നമ്മള് ടേബിള് ആക്കി മാറ്റിയതാണ്. നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ചിട്ടാണ് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ ഇരിക്കാറില്ല, കാരണം തണുപ്പും കാറ്റും പ്രശ്നങ്ങളെല്ലാം ആയതുകൊണ്ട് നമ്മളിപ്പം പിന്നെ ഇവിടെ ഇരിക്കല് കുറവാണ്.
ഇവിടെ എല്ലാ റൂമുകൾക്കും ഓരോ നമ്പറുകൾ ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ നമ്പറായത് 150. ഇതാണ് നമ്മുടെ റൂമിന്റെ നമ്പർ. പിന്നെ ഇവിടുത്തെ ചുമരെന്താ ഇങ്ങനെയെന്ന് വിചാരിക്കുന്നുണ്ട്. ക്ലോസ് ആക്കി എടുക്കണം. ചുമരിത് തണുപ്പ് കാലത്ത് പിന്നെ ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ചുമരുകളായത്. ഇതിന്റെ അകത്ത് തെർമോക്കോളാണ് ഉള്ളത്. സാധാരണ രീതിയിൽ ചുമരായാലും ഫുൾ തെർമോ. അത് രണ്ട് സൈഡിലും തെർമോക്കോൾ വെച്ച് അടച്ചിട്ടുള്ളതായത്. ഇത് സാധാരണ ഇഷ്ടിക കൊണ്ട് ചെയ്ത് അതിനുശേഷം അതിന് പുറമെ തെർമോക്കോൾ വെക്കും. അതിന് പുറത്താണ് ഇവർ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്, തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അകത്തും പുറത്തും ഇത് സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും റൂമിൻ്റെ അകത്ത്. ഇവിടത്തേക്ക് മാത്രമായിട്ട് നിർമ്മിക്കുന്ന ഐറ്റംസ് തണുപ്പ് കാലത്ത് ഉള്ള എല്ലാ വീടുകളും, ഇവിടുത്തെ സാധാരണ വീടുകളും എല്ലാം ഈ രീതിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് അകത്തേക്ക് പോവാം. ഈ ഡോറ് രണ്ട് രീതിയിലുള്ള ഡോറാണ് നമ്മളെ. ഇത് ഒരു ഡോറ് സാധാരണ രീതിയിൽ നമ്മുടെ ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഡോറ്. അപ്പോൾ അതുപോലെ തന്നെ ഇത് മറ്റൊരു തരത്തിലുള്ള ഡോർ. ഇത് നമ്മുടെ കൊതുക്, ഈച്ച അതൊന്നും അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് മാത്രം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ചൂട് കാലത്ത് ഇതുവഴി എയർ പാസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൂടും അത്ര അനുഭവപ്പെടില്ല. അപ്പോൾ ഏതായാലും നമുക്ക് അകത്തേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് റൂം എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്പേസ് ആയത് ഇതാ ഈ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ നമുക്ക് തുടങ്ങാം. ഏതായാലും ഇതാ ഈ ഒരു സ്പേസ്. ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. നമ്മളിത് ലാപ്ടോപ്പിന്റെ ടേബിളായിട്ടും അതുപോലെയുള്ള അപ്പോൾ ഈ ഒരു സ്പേസ് അതിനുവേണ്ടി നമ്മൾ വെച്ചതാണ്. ഇതും നമ്മൾ വരുന്നതിലൊക്കെ ഉണ്ടായിരുന്നു. ടേബിൾ മുന്നേ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇതാ ഒരു സ്പീക്കർ ഉണ്ടല്ലോ, അത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പാട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അത് നല്ലൊരു ഉപകാരമാണ് അല്ലേ. നമുക്ക് പാട്ടെല്ലാം കേൾക്കാൻ വേണ്ടി നമ്മൾ രാവിലെ തന്നെ എണീച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂഡ് ഉണ്ടെങ്കിൽ ഭക്തി ഗാനങ്ങളൊക്കെ വെക്കും. രാവിലെ മാത്രം ഓരോരിക്കൽ. അപ്പോൾ പിന്നെ അതിനുശേഷം പിന്നെ ഉച്ച സമയത്തൊക്കെ പാട്ട് കേൾക്കാനും വെറുതെ ഇരിക്കുമ്പോൾ അതിനുള്ള പരിപാടിയൊക്കെ ചെയ്യും. ഈ കാണുന്ന മാപ്പ് കണ്ടില്ലേ, ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. ഇത് ഇവള് പഠിക്കാൻ വേണ്ടിട്ട് പഴയ ഫാമിലി അവരുടെ മക്കളൊക്കെ പഠിക്കുന്ന സ്റ്റഡി ടേബിളും കൂടി ആയിരുന്നു. ഇതൊക്കെ അവര് പഴയ ആൾക്കാരുടെ പിന്നെ പരിപാടിയാണ് ഇതൊക്കെ, ഈ മാപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു സ്റ്റാൻഡ് നമ്മളിപ്പോൾ ഓൺലൈനിൽ നിന്ന് അടുത്ത് തന്നെ വാങ്ങിയതാ അല്ലേ. അത്രയായിട്ടുള്ളൂ വാങ്ങിയിട്ട്. കാരണം നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ വീഡിയോസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു വീഡിയോ സ്റ്റാൻഡ് വാങ്ങിയതാണ്. ഇത് ഈ ലാപ്ടോപ്പ് വെക്കുന്ന ടേബിളിൻ്റെ അടിയിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ കുറച്ച് കച്ചറ സാധനങ്ങളൊക്കെ തള്ളി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ നമ്മൾ ചാർജറും കാര്യങ്ങളും പിന്നെ അതെ ഷൂസ് ഒക്കെ. ആ ഷൂസ് വല്ലപ്പോഴും ഉപയോഗിക്കുള്ളൂ. നമ്മൾ പുറത്ത് ദൂരെ പോകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഷൂസ് കാര്യങ്ങൾ അത് പുറത്ത് വെക്കാറില്ല, അകത്തേക്ക് വെച്ചിട്ടുണ്ട്. അതെ അങ്ങനെയുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്പേസ് അങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തി. പിന്നെ ഇതാണ് നമ്മുടെ ഒരു പൂജയുടെ സ്പേസ് വരുന്നത്. പിന്നെ എല്ലാ റൂമിലായാലും ഇങ്ങനെ തന്നെയാണ്. അപ്പുറത്തെ വരതായാലും നേരെ ഇപ്പുറത്തെ സൈഡിലായിട്ടില്ലേ. അല്ല അവരുടെ കയറി കഴിഞ്ഞാൽ ഈ സൈഡ് നമ്മുടെ ഈ ടേബിളുള്ള സ്ഥലത്താണ് അവരുടെ പൂജ. അവര് എന്ന് വെച്ചാൽ നമ്മളെ പോലെ കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളതാണ്. അപ്പൊ അവര് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് ഒക്കെ അവര് താഴെ തന്നെ മറ്റേ മാറ്റൊക്കെ വിരിച്ചിട്ട് നല്ലൊരു സ്പേസ് ഉണ്ടാക്കിയാണ്. കാരണം ഇരുന്ന് കൊണ്ട് അവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്, പാട്ടുകളൊക്കെ പാടും, ഭജനകളൊക്കെ. പിന്നെ നമ്മൾ അങ്ങനത്തെ ചടങ്ങുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു സ്പേസിൽ ഒതുക്കി നമ്മുടെ പൂജയുടെ ഒരു ഇത്. കൃഷ്ണന്റെ ഫോട്ടോ ഉണ്ട്, പിന്നെ ശിവന്റെയും പാർവതിയുടെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ ഇതൊക്കെ ആദ്യമേ ഉള്ളതാണ്. പിന്നെ നമ്മളത് പറിച്ചു കളയാൻ നിന്നില്ല അല്ലേ. ദൈവത്തിന്റെ ഫോട്ടോ ആണ്, പിന്നെ നമ്മൾ പറിച്ചു കളയാൻ നിന്നിട്ടില്ല. പിന്നെ ഈ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ദീപാവലിക്ക് വാങ്ങിയ ലൈറ്റ് ആയിരുന്നു. അപ്പൊ അത് ഇങ്ങനെ ഒരു ഉപയോഗം കൂടി നമ്മൾ അതിൽ കണ്ടെത്തി. ദീപാവലിക്ക് ശേഷം നമ്മൾ ഇവിടെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ പൂജയുടെ ഈ ഫോട്ടോസൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. പൊട്ടിപ്പോയി, പക്ഷെ എന്നാലും നല്ല ഭംഗിയുണ്ട്. പിന്നെ വിളക്ക് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ എല്ലാം മാറ്റം മാറ്റിരിക്കുന്നു. ഭഗവാൻ ദൈവങ്ങളെല്ലാം മാറ്റം മാറ്റി ആരെങ്കിലും വരുമ്പോ ഇതാണ് നിങ്ങളുടെ ഭഗവാൻ എന്ന് വെച്ചിട്ട് അവർക്ക് ഇങ്ങനെ അത്ഭുതം പോലെ. കാരണം ഇവർ ഇങ്ങനത്തെ ഫോട്ടോകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഈ തരത്തിലുള്ള ഫോട്ടോസ് അവര് കൂടുതൽ കുറവാണ്. ഈ പിന്നെ ഈ തിരി കാര്യങ്ങളെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഈ വിളക്കിൽ ഒഴിക്കുന്ന ഈ എണ്ണയില്ലേ, ഇത് നമ്മൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയത്. ഇത് കടുക് എണ്ണയായത്, സർസോ ഓയിൽ. ഇത് കടുക് എണ്ണയാണ്. ഇപ്പൊ നമ്മള് ഈ എണ്ണയെ കിട്ടുള്ളൂ. അപ്പൊ പിന്നെ വെളിച്ചെണ്ണയൊന്നും ഇതില് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മുതലാവില്ല നമ്മൾ. കാരണം ഭക്ഷണമൊക്കെ അതിലല്ലേ ഉണ്ടാക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്പേസിൽ നമ്മൾ പിന്നെ ഈ സാധനം വെച്ചിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് വരത്താമെങ്കിൽ ഇവിടെ ഒരു കുട്ടി ടേബിൾ ഉണ്ട്, പിന്നെ 2 കസാര. നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ചായ കുടിക്കാൻ രാവിലെയും വൈകുന്നേരവും എല്ലാം ഇവിടെ തന്നെ. ഭക്ഷണം ഫുൾ നമ്മൾ ഇതിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. 2 ചെയറുണ്ട് ഇവിടെ. പിന്നെ വരുന്നത് ഇതാ ഈ ഒരു സ്പേസിൽ നമ്മൾ ഒരു ടേബിള്, നമ്മുടെ ഒരു ബെഡ് എക്സ്ട്രാ ഉണ്ട്. അപ്പൊ ആ എക്സ്ട്രാ നമ്മൾ ഒരെണ്ണം കൊടുത്ത് ഒഴിവാക്കി, കാരണം എക്സ്ട്രാ ടേബിൾ ഇവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ ബെഡ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്ന് ഒഴിവാക്കി. ഒഴിവ് സമയത്തെല്ലാം നമ്മൾ ഉച്ച സമയത്തെല്ലാം ഉറങ്ങാൻ ഇവിടെ ഇതിലാണ് കിടക്കുന്നത്. പിന്നെ TV നമ്മൾ ഇത് കാണുമ്പോൾ അല്ല സിനിമയൊക്കെ കാണുന്ന സമയത്ത് ലാപ്ടോപ്പിൽ, അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് സിനിമയൊക്കെ കാണുന്നത്. അപ്പോൾ അതിനുള്ള ഒരു സ്പേസ് ആയത്. ഇവിടെ വേറെ ഉള്ളത് ഇതാ ഹീറ്റർ അല്ലേ. ഈ ഹീറ്റർ ഇത് 2000 വാട്ട്സിന്റെ ആണ്. അപ്പോൾ കുറച്ച് സമയം ചൂടാക്കും റൂം, അതിനുശേഷം നമ്മൾ ഓഫ് ചെയ്തിടും. കാരണം കറണ്ട് ഭയങ്കരമായിട്ട് ഇതിന് ചിലവാകും. കാരണം കറണ്ടിന്റെ പൈസയൊക്കെ നമ്മൾ തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. ഇത് പഴയ ഒരു ഈ റൂമിൽ തന്നെ ഉണ്ടായിരുന്ന ദേവീൻ്റെ ഫോട്ടോ ആണ്. അത് TV-യുടെ ഒരു സ്പേസ് ആയത്. കാരണം TV-യുടെ ഒരു കേബിള് അടിച്ചതിൻ്റെ ഒരു പഴയ പാട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്ഥലത്ത് നമ്മൾ ഒരു ഫോട്ടോ വെച്ച് അതിനെ നല്ല ആ ഒരു സ്പേസിൽ ആണി അടിച്ചതിൻ്റെ ഒരു, ഒരുപാട് ആണി അടിച്ച് ഫുള്ള് സ്പേസിൽ ആണി അടിച്ചതിന്റെ ഓട്ടകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കരമായിട്ട് എന്തൊക്കെയോ തൂക്കിയിട്ടാന്ന് തോന്നുന്നു അല്ലേ ഇതിന്റെ അകത്ത് തന്നെ. പിന്നെ നമ്മളെ സ്ഥിരമായിട്ടല്ലാത്തോണ്ട് നമ്മൾ പിന്നെ കൂടുതൽ വർക്കൊന്നും ഇതിൽ ചെയ്തില്ല. കാരണം ഈ പെയിന്റ് കാര്യങ്ങളും ഇതെല്ലാം എനിക്ക് ആദ്യമൊക്കെ എന്താ പറയുക, കാരണം ഈ പെയിന്റ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം വെള്ള പെയിന്റ് അല്ലേ നമ്മളെപ്പം വീട്ടിലെല്ലാം ഇഷ്ടപ്പെടുക, കാരണം ലൈറ്റ് കൂടുതൽ കിട്ടാൻ. ഇവിടെ ഇപ്പൊ ഒരു വയലറ്റ് കളർ ഭയങ്കര ഇരുട് പോലെയായിരുന്നു. എനിക്ക് ആദ്യം വന്നപ്പോ എനിക്ക് എന്തോ പോലെയായിരുന്നു കുറച്ച് ദിവസം. പിന്നെ സട്ടേ വേറെ വഴിയില്ലല്ലോ. പഴയ പെയിന്റ് നമ്മൾ ഇതിന്റെ മുകളിലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു ചിത്രം കണ്ടില്ലേ, ഇതിന് മുമ്പ് ഇവിടെ താമസിച്ച പുള്ളി വരച്ചതാണ്. അപ്പൊ അതിന്റെ അടിയിൽ അവന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ്ടോ കൃഷ്ണ ശർമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളി വരച്ചതാണ്, ചാർട്ടിന്റെ മുകളിൽ വരച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചതായത്. ഈ ഫ്രെയിമൊക്കെ അവരുടെ തന്നെയാണ്. പിന്നെ ഇനി അടുത്തതായിട്ട് നമ്മുടെ ബെഡ്റൂം കാണാം. ബെഡ്റൂമിലേക്ക് പോയതായാലും ഈ ഒരു വീട്ടിൽ ഈ ഒരു റൂമാണ് കേട്ടോ. ഇതാണ് ബെഡ്റൂം. ഒറ്റ റൂം മാത്രമേ ഉള്ളൂ മൊത്തത്തിൽ. നമ്മുടെ ഈ ക്വാർട്ടേഴ്സിന്റെ അകത്ത് ഒരു സിംഗിൾ ബെഡ്റൂം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബെഡ്റൂമിന്റെ അകത്തെ സൗകര്യങ്ങളാണ് ഈ കാണുന്നത് മൊത്തം. ഈ ഇത്രയുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ബെഡ്റൂമിന്റെ അകത്തുള്ളത്. ഇവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. മുകളിൽ ഒരു തട്ട് പോലെയുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ അത്യാവശ്യം സാധനങ്ങളുണ്ട്. പിന്നെ താഴെ ഒരു ബാഗ്, പിന്നെ ഒരു ചെറിയ ടേബിള് കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ ഷെൽഫ്. ഇതൊക്കെ ആദ്യം ഇതുപോലെ അടിച്ചു വെച്ചതാണ്. അപ്പോൾ ഈ ഷെൽഫ് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അകത്താണ് നമ്മളെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത്. മുകളിൽ ബാഗൊക്കെ വെക്കാൻ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ ചുമരൊക്കെ ഇതാണ്ട പണ്ട് ആൾക്കാരൊക്കെ എന്തൊക്കെ ഒട്ടിച്ചു വെച്ച് ചിത്രങ്ങളെല്ലാം ഒട്ടിച്ചു വെച്ച് വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കുട്ടീന്റെ ടൈം ടേബിൾ ഒക്കെ ഉണ്ടായിരുന്നു നമ്മളായിട്ട് വൃത്തിയാക്കി. പക്ഷെ അത് നമ്മള് വരുന്ന പക്ഷേ അതൊക്കെ അവർ തന്നെയാണ് വൃത്തികേടാക്കി പറിച്ചിട്ട് അവര് പറിച്ച് കളഞ്ഞതാണ് അതൊക്കെ. പിന്നെ ഈ ഏരിയയിൽ ഇതാ നമ്മുടെ ഡബിൾ ബെഡാണ് ഇത്. നമ്മുടെ 2 ബെഡ് അടുപ്പിച്ച് വെച്ചിട്ട് നമ്മള് യൂസ് ചെയ്യുന്നതായത്. പിന്നെ ഇവിടെ ആയാലും നമ്മള് ആണി കുറെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിന്റെ മുകളിൽ എന്തൊക്കെയല്ലോ കുറെ നമ്മൾ ഉപയോഗം കണ്ടെത്തി. ജാക്കറ്റ് യൂണിഫോം കാര്യങ്ങളൊക്കെ നമ്മള് പിന്നെ വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു റൂം ഹൈറ്റുണ്ടല്ലോ. ഇത് നമ്മള് റൂമില് കിടക്കുന്ന സമയത്ത് രാത്രി കുറച്ച് സമയം ചൂടാക്കാൻ വേണ്ടിട്ട് ഇട്ട് വെക്കലുണ്ട്. അപ്പൊ അങ്ങനെ ഉപയോഗം ഇതിനെ കൊണ്ട്. അപ്പൊ നമ്മുടെ ബെഡ്റൂമിൽ ഇത്രയൊക്കെയാണുള്ളത്. പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു സ്റ്റോർ റൂം എന്നൊക്കെ പറയാം. പിന്നെ ഒരു ബാത്റൂമിന്റെ ഏരിയ ഇത് വരുന്നത്. ഇവിടെ ഞാൻ കേറുമ്പോ തന്നെ പറഞ്ഞില്ല, നമ്മൾ ഓരോ ക്വാർട്ടേഴ്സ് മാറ്റായിരിക്കും. അത് ഈ സൈഡിൽ നിന്നായിരിക്കും അവരത് കയറി വരണം. മറ്റുള്ളവരുടെ ഈ ഒരു സ്പേസ് കയറി വരണ്ട. സത്യം പറഞ്ഞാല് അതും ഒരു നല്ല അല്ല, അന്നേരം കുറച്ചുകൂടി സ്പേസ് കിട്ടും നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ തന്നെ. നമുക്കിത് തുറന്ന് കാണിച്ചു തരാം. ഇവിടെ പിന്നെ കുറച്ച് വെള്ളം എടുത്തു വെക്കുന്ന ക്യാനുണ്ട്. ബാക്ക് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ റൂമിന്റെ ബാക്ക് സൈഡ് ആയത്. അവിടെ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ബാക്കിലത്തെ സംഭവങ്ങൾ ഫുള്ള് കഴിഞ്ഞ കാറ്റിന് പറഞ്ഞു വീണായിരുന്നു. അപ്പോൾ കാറ്റുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം പറഞ്ഞു വീണു. അപ്പോൾ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടിന്ന് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള പണി നടക്കുന്നുണ്ട്. അവിടെ തീ ഇട്ടിട്ടുണ്ട്. അതാരാ? ഇതാരോ തീ ഇട്ടിട്ടുണ്ട് അവിടെ. ഈ ഒരു മരം പണ്ട് ഇവിടുന്ന് പൊരിഞ്ഞു വീണതാ. ഇവിടുന്ന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന മരമായത്. ഒരുപാട് വർഷമായി ഇതിങ്ങനെ പൊരിഞ്ഞു വീണിട്ട്.
ഇത് നമ്മുടെ സൈഡിൽ തന്നെയുള്ള റൂമിലെ ആൾക്കാർ ആ മുമ്പിൽ കൃഷി മുമ്പിൽ ആ ഉള്ളി നട്ടിട്ട് കണ്ടില്ലേ അവര് തന്നെ ബേക്കിൽ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു കൊടുക്കും. ഇത് ഉള്ളി, വെളുത്തുള്ളി അതുപോലെയുള്ള കുറച്ച് ഇലക്കറികളെല്ലാം നട്ട് പിടിപ്പിച്ചത് അവര് ശരിക്കും ഒരു വയൽ തന്നെ ആക്കി എടുത്തു. അവരൊക്കെ നാട്ടിൽ ഭയങ്കര കൃഷി ചെയ്യുന്നവരായിരിക്കും അല്ലേ. നമുക്ക് പിന്നെ അതിനോട് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മള് പിന്നെ അതിനൊന്നും ഇറങ്ങിയില്ല. പിന്നെ ഇതിന്റെ പിറകിൽ നമുക്കും സ്പേസ് കുറവല്ലേ, അപ്പൊ ഈ മരങ്ങളൊക്കെ വീണോണ്ട് നമ്മളൊന്നാമത് കീഞ്ഞിട്ടില്ല അതന്നെ. അതെ, ഇതാണ് നമ്മളെ ബാക്ക് സൈഡ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ടല്ലേ. ഇവിടെ ചെറിയൊരു സ്റ്റോർ റൂം ഉണ്ട് നമുക്ക്. ഇതിനകത്ത് അത്യാവശ്യം കച്ചറ സാധനങ്ങളൊക്കെ കയറ്റി വെക്കുന്ന ഇതിന്റെ ഉള്ളില്. പിന്നെ നമ്മുടെ ചൂടുവെള്ളത്തിന്റെ ഹീറ്ററൊക്കെ, വാട്ടർ ഹീറ്ററൊക്കെ ഇതിന്റെ അകത്ത് തന്നെയാണ് ഉള്ളത്. ഓക്കെ, അകത്ത് കയറാം. തണുക്കുന്നു. ഓക്കെ, അത്രയൊക്കെയാണ് ഗൈസ് പുറത്തുള്ളത്. പുറത്ത് അല്ലാത്ത കയറാലോ. നമുക്ക് അകത്ത് പോവാം. വേണ്ടാത്ത വഴിയെടുത്ത് വെച്ച് ഇവിടെ അതുപോലെ തന്നെയുള്ള ഒരു ഡോർ ഇതാ, കൊതുകൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഇതാ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലുണ്ട്, അതുപോലെ തന്നെ പിറകിലുണ്ട്. ഇപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ബാക്ക് യാർഡ് അല്ല. അപ്പൊ അതിനുശേഷം നമ്മളിതാ ഈ ഒരു ഏരിയയില് വരുന്നത് ഇതാ ഇവരുടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെക്കുന്ന സെറ്റ് ആയത് കേട്ടാ. സെറ്റല്ല പിന്നെ ആരും ഒന്നും പറയാൻ. ഇതിന്റെ അകത്താണ് ഇവളുടെ എല്ലാ ഐറ്റംസും ഉള്ളത്. ഞാൻ പാവം, എനിക്ക് ഇത്രേ ഉള്ളൂ സാധനങ്ങള്. മറ്റുള്ളവരുടെ കണ്ടിരുന്ന ഇത് ഇത്രേ ഉള്ളൂ എന്ന് പറയും. ഇവിടെ നമ്മുടെ കണ്ണാടി ഇതാ, മുഖം നോക്കുന്ന കണ്ണാടി ഇതാ ഇവിടെ ഉള്ളത്. പിന്നെ ഇത് നമ്മുടെ ബ്രഷ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ്. പിന്നെ ഈ കാണുന്ന കാനുകൾ കണ്ടിട്ട് നിങ്ങള് ഞാൻ പറഞ്ഞേ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നല്ലേ. അതെ, വെള്ളം ഇത് എമർജൻസിക്ക് വേണ്ടി വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. കാരണം ഇത് പെട്ടെന്ന് വെള്ളം ഇല്ലാത്ത അവസ്ഥയില്ല. കാരണം ടാങ്കിയോ കാര്യങ്ങളൊന്നും ഇല്ല, അത് കണ്ടിന്യൂ സപ്ലൈ വരുന്നതാണ്. അപ്പോൾ ആ സ്പേസ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിച്ചു. കുറച്ച് സാധനങ്ങള് വെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി. പിന്നെ ഇതാ വേസ്റ്റ് ഡ്രസ്സ്, നമ്മള് അലക്കാനുള്ള ഡ്രസ്സുകൾ അവിടെ വെക്കും. വേസ്റ്റ് ആണോ ഇത്? അലക്കാനുള്ള ഡ്രസ്സുകൾ അവിടെ വെക്കും. പിന്നെ ഇത് ബാത്റൂം ഏരിയ. കാണിച്ചോ ബാത്റൂം ഭാഗത്ത്. വളരെ വൃത്തിയുള്ള ബാത്റൂമാണ്. പിന്നെ ഇവിടെ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം സാധനങ്ങള് വെക്കുന്ന. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഇത്. ഇനി നമുക്ക് ഏതായാലും കിച്ചൺ ഏരിയയിലേക്ക് പോവാം. കയറി വരുമ്പോ തന്നെ ഇടത് സൈഡിലായിട്ട് കിച്ചൺ. ഫ്രണ്ട് ഡോറിന്റെ ഈ സൈഡിലാണ് കിച്ചൺ. അപ്പൊ അടുക്കള ഏതായാലും സ്ത്രീകളുടെ ഏരിയ ആണല്ലോ. അങ്ങനെയൊന്നുമില്ല, അല്ലാതെ ഏതായാലും അതുകൊണ്ട് ഇതിനു വേണ്ടിട്ട് പ്രതികരിക്കേണ്ടതാണ്. അത് ശരി, ഈ വീഡിയോ കാണുന്ന സ്ത്രീകൾ പ്രതികരിക്കണേ പ്ലീസ്, ഇവർക്ക് വേണ്ടി. അപ്പൊ അടുക്കള ഇത് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. പക്ഷെ എല്ലാ വീഡിയോസിലും, കുക്കിംഗ് വീഡിയോസിലൊക്കെ കാണുന്ന അടുക്കള തന്നെയാണ് ഇത്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ അടുക്കളയുടെ. ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പേസിൽ പച്ചക്കറികളൊക്കെ വെക്കുന്ന, പച്ചക്കറി, ഉള്ളി, വെളുത്തുള്ളി, ഉരുളക്കിഴങ്ങ് കാര്യങ്ങളൊക്കെ വെക്കുന്ന സാധനങ്ങള്. പിന്നെ ഇതിന്റെ പേര് കിച്ചൺ, ഇതിന്റെ പേര് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യും. ഇത് ഉപയോഗിക്കുന്ന പിന്നെ ആൾക്ക് ഇതിന്റെ പേര് അറിയില്ല, മറന്നു പോയിരുന്നു. അപ്പൊ ഈ ഒരു സാധനം ഉണ്ട് ഇവിടെ. പിന്നെ ഇതാ നമ്മുടെ ഗ്യാസ് കാര്യങ്ങളുണ്ട് ഇവിടെ. പിന്നെ അവിടെ കുറച്ച് വെളിച്ചെണ്ണയും കാര്യങ്ങളും ഓയിലൊക്കെ വെക്കുന്ന സ്ഥലം അത്. പിന്നെ ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്. നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഇൻഡക്ഷൻ കുക്കറിന്റെ ഒരു സ്പേസ് തന്നെയാണ് അത്. പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ ഇങ്ങനെ നമ്മളിവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ചായപാത്രം അതുപോലെയുള്ള പാന് കാര്യങ്ങളൊക്കെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാഷ് ബേസിന് വരുന്നത്. ഇതാ വാഷ് ബേസിനിൽ ഇത്തിരി സ്പേസ് ഉണ്ട്. പിന്നെ കഴുകി കഴിഞ്ഞ പാത്രങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ആയത്. പിന്നെ ഇവിടെ മിക്സി ഉണ്ട്. പിന്നെ ആ മൂലയിൽ വീണ്ടും നമ്മൾ പച്ചക്കറിയൊക്കെ വെക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിന്റെ അടിയ ഭാഗത്ത് അത് തുറന്നു കാണിച്ചൊന്ന്. എന്താ ഉള്ളത് അതിന്റെ അകത്ത് നോക്കാലോ. ഇത് നമ്മളെ മുട്ട ഒക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ അകത്ത്. ഇപ്പുറത്തെ ഇതിന്റെ അകത്ത് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന്റെ അകത്ത്. പിന്നെ ഇതിന്റെ അകത്തുള്ളത് ഇതാ നമ്മുടെ സ്നാക്സ് ഐറ്റംസ് ഉണ്ട്. ഇതിൽ ബേക്കറി ഐറ്റംസ് ഉണ്ട്. പിന്നെ മാഗി ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ അരിയും സാധനങ്ങളൊക്കെ വെക്കുന്നത്, പച്ചരി അതുപോലെ ഭക്ഷണം വെക്കാനുള്ള പുഴുങ്ങലരി കാര്യങ്ങളൊക്കെ വെക്കുന്ന സ്പേസ്. പിന്നെ അതാ പാത്രങ്ങളൊക്കെ ഇവിടെ വെക്കാറുണ്ട്. പിന്നെ മസാല ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതാ ഇവിടെ ബാക്കിയുള്ള മസാല ഐറ്റംസ് ഒക്കെ വേറെ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ പാല് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലം ഇതാണ്. പിന്നെ ഇത് ഇവിടുത്തെ ഇത് ഇവിടെ അല്ല, നമ്മുടെ നാട്ടിലെ ചീരയൊക്കെ പോലെ ഇവിടെ ഉപയോഗിക്കുന്നല്ലേ, നല്ല ടേസ്റ്റ് ആയിട്ട്.
അടിപൊളി ടേസ്റ്റ് ആയത്. ഇതിപ്പോ സീസൺ ആയതുകൊണ്ട് തന്നെ ഇതിന് റേറ്റും കുറവാട്ടത്. ഈ കാണുന്ന സാധനം ഒരു 30 റുപ്യന്റെ സാധനമേ ഉള്ളൂ. ഇത് ഈ പാത്രം മുഴുവൻ കിട്ടിയില്ലേ, വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ്. വെള്ളത്തിലിട്ട് വെച്ച് ഉണങ്ങാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മള് വെള്ളത്തിലിട്ട് വെച്ചാ. പിന്നെ ആട്ടപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ വെക്കുന്ന, അവില്, ആട്ടപ്പൊടി, റവ കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കും. പിന്നെ പാല് ഇവിടെ വെക്കും, ബ്രെഡ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ കുറെ പഴയ ബോക്സുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു സ്പേസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് പോകുമ്പോ എടുക്കേണ്ട സാധനങ്ങളാണ്. അതെ അതെ, അതൊക്കെ പിന്നെ മുകളിലോട്ട് തൽക്കാലം കയറ്റിയിട്ടതാണ്. പിന്നെ ഇത്രയൊക്കെയാണ് നമ്മുടെ കിച്ചന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റ്. നമ്മൾ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിലിടുന്നത്. പിന്നെ ഈ ചൂല് നമ്മൾ കിച്ചണ് മാത്രം വൃത്തിയാക്കാനുള്ള ചൂലായത്. ഏതായാലും നമുക്ക് കിച്ചന്റെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എല്ലാം ചെറിയൊരു സ്പേസ് ആയി. ഇത്ര വലിങ്ങനെ എടുക്കേണ്ട ഒരു സംഭവം ഒന്നും ഇല്ല ഇത്. അതെ അതെ. അപ്പൊ ഏതായാലും നമ്മൾ കുറെ ആയല്ലോ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത്. അപ്പൊ ആ ഒരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ടാണ് നമ്മൾ ഏതായാലും ഒന്ന് ചെയ്തേക്കാന്ന് വിചാരിച്ചത്. 2 റൂമില് ഫാൻ ഉണ്ട്, ലിവിംഗ് റൂമിലുണ്ട്, ബെഡ്റൂമിലുണ്ട്. പക്ഷെ ഫാനിന്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ആ സമയത്ത് ചെറിയ ചൂടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ കുറച്ചാൾ ഇട്ടിന്, ഒരു മാസം മാക്സിമം. അതിന് ശേഷം ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഗ്യാപ്പിലൂടെ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. ഇവിടെ ഒരു തുള കണ്ട, അതിന്റെ ഉള്ളിലുള്ള തെർമോക്കോളാണ് കേട്ടാ. കാരണം ഈ ചുമരിന്റെ ഉള്ളിലുള്ള തെർമോക്കോള ഇത്. അതെങ്ങനെയോ പിന്നെ ആ തേപ്പ് പോയ ശേഷം അവര് ഫോട്ടോ വെച്ച് ഒട്ടിച്ചതാണ്. പക്ഷെ എങ്ങനെയോ ഇത് ഓട്ടയായി പോയി. അപ്പൊ ആ കാണുന്ന തെർമോക്കോള മക്കള് ഇത് മുമ്പ് ഉണ്ടായിരുന്ന മക്കള് ചെയ്ത പണി അങ്ങനെയാണ്. അപ്പൊ ആ തെർമോക്കോളാണ് ഈ കാണുന്നത് ഇതിന്റെ ഉള്ളിലുള്ളത്. ഇതുപോലെ പുറത്തും അകത്തും തെർമോക്കോൾ വെച്ചിട്ടാണ് ഈ റൂം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ ബിൽഡിങ് ഒട്ടുമിക്ക ബിൽഡിങ്ങും ഈ രീതിയിൽ തന്നെ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അല്ലേ കുട്ടി വീട് അല്ലേ. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഹോം ടൂർ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഹോമിലുള്ള കാഴ്ചകൾ. അതെ, ചെറുതും അതുപോലെ സന്തോഷമുള്ളതായ വീട് അല്ലേ. അപ്പോ ഇത്രയൊക്കെ ഏകദേശം ഉള്ളൂ. എന്നാലും ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും കുറച്ചുകൂടി ബെറ്റർ ആണ് വീട് അല്ലെ. സാധാരണ രീതിയിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണ് ഈ വീട്. കാരണം ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഇങ്ങനെയുള്ള ഒരു വീടിന്റെ സ്ട്രക്ചർ ഉള്ളൂ. കാരണം മറ്റുള്ള സ്ഥലത്തൊക്കെ ഒരു ഫ്ലാറ്റ് ടൈപ്പുള്ള വീടുകളാണ് ഉള്ളത്. പിന്നെ ഇവിടെ കാശ്മീരിൽ മാത്രം, കാരണം ഐസൊക്കെ വീഴുന്ന ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഷെഡ് വെച്ചിട്ട് ചെരിച്ച് ഉള്ള ഷീറ്റ് ഇട്ടിട്ടില്ല മേൽക്കൂര. അതെ, ഷീറ്റ് ഇട്ടിട്ടുള്ള മേൽക്കൂരയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഇങ്ങനെയുള്ള വീടുകളൊക്കെ ഉള്ളൂ. പിന്നെ വേറെന്താ, അപ്പോ ഏതായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത ഒരു നല്ല ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. എല്ലാവരും നമ്മുടെ ചാനൽ എല്ലാവരും വീഡിയോ കാണുക. എപ്പോഴും പറയാൻ മറന്നു. അതെ അതെ, നമ്മൾ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറയാറില്ല. ഞാൻ മറന്നു നോക്കട്ടെ. അതെ, അപ്പൊ എന്തായാലും ഇത്തവണ നമ്മൾ എന്തായാലും പറയാണ്, എല്ലാവരും ചാനലിലെ വീഡിയോസ് ഒക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോ ഏതായാലും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.